ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എൻ്റെ സ്നേഹിതൻ്റെ കുട്ടിക്കാലത്തെ അനുഭവം വിവരിച്ചത് കേട്ടപ്പോൾ പലരും ഞങ്ങളോട് ചില സംശയങ്ങൾ ചോദിച്ചിരുന്നു. എല്ലാവരും ചോദിച്ചിരുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങളായിരുന്നു. പലർക്കും അതിനുള്ള ഉത്തരം ഞാൻ കൊടുത്തതാണ്. എന്നാലും പിന്നെയും ആളുകൾ ചോദിക്കുന്നതുകൊണ്ട് അതിനുള്ള ഉത്തരം ഓരോരുത്തർക്കും ഇനി കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ഞങ്ങളതിന് മറുപടി പറയാമെന്ന് വിചാരിച്ചത്. മുസ്ലിം കുട്ടികളെ ചെറുപ്പത്തിലേ തന്നെ ക്രിസ്തു ദൈവമല്ല എന്ന് പഠിപ്പിക്കാൻ ഉസ്താദുമാർക്ക് എങ്ങനെയാണ് കഴിയുന്നതെന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. ഇത് നമ്മുടെ കുട്ടികളെ സൺഡേ സ്കൂളിൽ നമ്മുടെ വിശ്വാസം മാത്രം പഠിപ്പിക്കുന്നു എന്നല്ലാതെ മറ്റുള്ളവരുടെ വിശ്വാസം തെറ്റാണെന്നോ അവരുടെ ഗ്രന്ഥങ്ങൾ തിരുത്തപ്പെട്ടതാണെന്നോ ഒന്നും പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു സംശയം ക്രിസ്ത്യാനികൾക്ക് വരുന്നത്. കാരണം നമ്മളെപ്പോലെ തന്നെയാണ് മുസ്ലിങ്ങളും എന്ന് ആ ഒരു തെറ്റിദ്ധാരണയിലാണ് അവരുള്ളത്. ഒറ്റയ്ക്ക് നിൽക്കാൻ കെൽപ്പില്ലാത്തൊരു മതമാണ് ഇസ്ലാം മതം. മറ്റ് മതങ്ങളെ കുറ്റം പറഞ്ഞ് മാത്രമേ അതിന് നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. ക്രിസ്ത്യാനികളുടെ വിശ്വാസം സത്യമാണെന്ന് സ്ഥാപിക്കപ്പെട്ടാൽ ഓട്ടോമാറ്റിക്കായി തകർന്നു പോകുന്ന ഒന്നാണ് ഇസ്ലാം മതവിശ്വാസം. യേശുക്രിസ്തു സത്യദൈവമാണ് എന്ന കാര്യം ഒരു മുസ്ലിമിന് ബോധ്യമായാൽ അതോടെ അള്ളാഹു ദൈവമല്ല എന്ന് അവന് മനസ്സിലാകും. അതല്ലെങ്കിൽ യേശുക്രിസ്തു കുരിശിൽ മരിച്ചു എന്ന കാര്യം സത്യമാണെന്നൊരു മുസ്ലിമിന് ബോധ്യമായാൽ ഖുർആൻ കള്ളക്കഥ പറയുന്ന പുസ്തകമാണ് എന്നവന് പിടികിട്ടും. ലോകത്ത് വേറെ ഒരു മതത്തിനും ഇങ്ങനെ ഒരു ഗതികേടില്ല. യേശുക്രിസ്തു സത്യദൈവമാണ് എന്ന് നിങ്ങളൊരു ഹിന്ദുവിനോട് പറഞ്ഞാൽ അവൻ പറയും, ആയിക്കോട്ടെ, അതിനിപ്പോൾ എനിക്കെന്താ, ഒരു കുഴപ്പമില്ല, യേശുക്രിസ്തു ദൈവമാണ്, ആയിക്കോട്ടെ എന്ന് പറയും. അതല്ല, യേശുക്രിസ്തു കുരിശി മരിച്ചു എന്നവനോട് പറഞ്ഞാൽ അവനൊരു കുഴപ്പമില്ല, മരിച്ചോട്ടെ, അതിനിപ്പോൾ എന്താണെന്ന് ചോദിക്കും. യേശുക്രിസ്തു കുരിശി മരിച്ചു എന്നുള്ളത് കൊണ്ട് അവൻ്റെ വിശ്വാസത്തിന് ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ അതല്ല ഇസ്ലാമിൻ്റെ സ്ഥിതി. ഒരു മുസ്ലിമിൻ്റെ മനസ്സിൽ ക്രൈസ്തവ വിശ്വാസം ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ ആ നിമിഷം അവൻ്റെ ഇസ്ലാം മതവിശ്വാസം തകർന്നു പോകും. അതുകൊണ്ട് തന്നെ ഇസ്ലാമാണ് ശരിയെന്ന് പഠിപ്പിക്കുന്നതിന് മുമ്പേ ഉസ്താദുമാർ പഠിപ്പിക്കുന്നത് ക്രിസ്ത്യാനിറ്റി തെറ്റാണെന്നാണ്. അത് മുസ്ലിങ്ങളുടെ മാത്രം ഗതികേടാണ്. വേറെ ഒരു മതത്തിനും ലോകത്ത് ഇങ്ങനൊരു ഗതികേടില്ല. ക്രിസ്ത്യാനിറ്റി തെറ്റാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഒരു പ്രധാനമായും എടുക്കുന്നത് ഇഖ്ലാസ് എന്ന ഖുർആനിലെ 112 അധ്യായമാണ്. ആ അധ്യായത്തിലുള്ളത് ഞാൻ വായിക്കാം. നബിയെ പറയുക, കാര്യം അള്ളാഹു ഏകനാണ് എന്നതാകുന്നു. അള്ളാഹു ഏവർക്കും ആശ്രയമായിട്ടുള്ളവനാകുന്നു. അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല, ആരുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല. അവന് തുല്യനായി ആരും ഇല്ലതാനും. സൂറ 112. ഇതിൽ അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല, ആരുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല എന്നുള്ള ഭാഗമുണ്ടല്ലോ. അതെടുത്തിട്ടാണ് ബൈബിളിനെതിരെ ഇവർ പഠിപ്പിക്കുന്നത്. അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവൻ ആരുടെയും പിതാവല്ല. അവനാർക്കും ജന്മം നൽകിയിട്ടില്ല, ജന്മം നൽകിയാലല്ലേ പിതാവാകുള്ളൂ. അപ്പോൾ അവൻ ആരുടെയും പിതാവല്ല. അതുപോലെ അവൻ ആരുടെയും സന്തതിയായി ജനിച്ചിട്ടുമില്ല എന്ന് വെച്ചാൽ അവൻ ആരുടെയും പുത്രനുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പിതാവോ പുത്രനോ അല്ല എന്നിവർ പഠിപ്പിക്കുന്നു. അതായത് ബൈബിളിൽ എന്താണോ പഠിപ്പിക്കുന്നത് ദൈവത്തെക്കുറിച്ച് അതിന് നേരെ എതിരായിട്ടുള്ള കാര്യമാണ് മുസ്ലിങ്ങൾ അള്ളാഹുവിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. കാരണം അവരുടെ അള്ളാഹുവിനെക്കുറിച്ച് എന്തും പഠിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്, അതവർ പഠിപ്പിച്ചോട്ടെ. എന്നാൽ ഇതോടെ അവർ നിർത്തുകയില്ല. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് വേണമെങ്കിൽ പറയാം അള്ളാഹു പിതാവല്ല പുത്രനുമല്ല എന്ന് പറഞ്ഞ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. പക്ഷെ അത് സ്റ്റോപ്പ് ചെയ്യാതെ പിന്നെ ഒരു നേരെ കയറുന്നത് ക്രിസ്ത്യാനികളുടെ തഞ്ചത്തോട്ടാണ്. ചെറുപ്രായത്തിലെ ബുദ്ധി ഉറയ്ക്കാൻ പ്രായമാകുന്നതിന് മുമ്പേ തന്നെ മുസ്ലിം കുഞ്ഞുങ്ങളുടെ തലച്ചോറിനുള്ളിലേക്ക് ഇവർ അടിച്ചു കയറ്റുകയാണ്. ദൈവം പിതാവാണ് എന്നുള്ള ക്രിസ്ത്യാനികളുടെ വിശ്വാസം തെറ്റാണ്. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള ബൈബിൾ വാക്യങ്ങളൊക്കെ ക്രിസ്ത്യാനികൾ ബൈബിളിൽ തിരികെ കയറ്റിയതാണ്. മനസ്സിലായോ? ഇതൊക്കെ അങ്ങ് പഠിപ്പിക്കുക, ബൈബിൾ തിരുത്തപ്പെട്ടതാണ്, യേശുക്രിസ്തു ദൈവമല്ല. ഇതൊക്കെ കുട്ടിക്കാലത്തെ ഈ ഖുർആൻ വാക്യം വെച്ചാണ് ഇവർ ഇത് പഠിപ്പിക്കുന്നത്, മുസ്ലിം കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇത് എതിർക്കപ്പെടേണ്ടതാണ്, ശക്തിയുക്തമായിട്ട് എതിർക്കപ്പെടേണ്ടതാണ്. അവർക്ക് പറയാം അള്ളാഹു ഇങ്ങനെയുള്ളവനാണെന്ന് പറയാം, അത് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ്. സ്റ്റോപ്പ് ചെയ്യില്ല. കാരണം അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല പിശാചി മതം ഉണ്ടാക്കിയത്. കൃത്യമായിട്ടും രക്ഷാമാർഗത്തെ, ദൈവിക രക്ഷാമാർഗത്തെ എതിർക്കാൻ വേണ്ടി, ക്രിസ്ത്യാനിറ്റിയെ എതിർക്കാൻ വേണ്ടി, തകർക്കാൻ വേണ്ടി തന്നെ ഉണ്ടാക്കിയതാണ് ഈ മതം. അള്ളാഹു എങ്ങനെയുള്ളവനാണെന്ന് മുസ്ലിങ്ങൾക്ക് അവരുടെ കുട്ടികളെ പഠിപ്പിക്കാമെന്നല്ലാതെ ക്രിസ്ത്യാനികളുടെ വിശ്വാസം എങ്ങനെയുള്ളതാണെന്ന് പഠിപ്പിക്കേണ്ട കാര്യമില്ല.
കാരണം ഞങ്ങളാരും ഞങ്ങളുടെ കുട്ടികളെ അള്ളാഹുവിനെ കുറിച്ചോ മുഹമ്മദിനെ കുറിച്ചോ ഒന്നും സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാറില്ല. അതിൻ്റെ ആവശ്യം ഞങ്ങൾക്കില്ല. ഞങ്ങളെ സംബന്ധിച്ച് ബൈബിള് തന്നെ പഠിക്കാൻ ഒരു ജീവിതകാലം തികയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണോ ഇനി ബൈബിളിന് വെളിയിൽ പോയിട്ട് മറ്റുള്ളവരെ കുറിച്ചൊക്കെ പഠിക്കാൻ നിൽക്കേണ്ട കാര്യം? പക്ഷേ മുസ്ലിങ്ങൾ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളും ഇതുവരെയുള്ള ഞങ്ങളുടെ ഈ നിലപാടിൽ നിന്ന് ഞങ്ങൾ മാറുകയാണ്. ഇനി ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ അള്ളാഹു ആരാണെന്നും മുഹമ്മദ് എങ്ങനെയുള്ളവനാണെന്നും പഠിപ്പിക്കും. ഇങ്ങനെ പഠിപ്പിക്കേണ്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി വെച്ചത് മുസ്ലിങ്ങളാണ്. അവർക്ക് അവരുടെ കാര്യം നോക്കി പോയാൽ മതിയായിരുന്നു. ഇപ്പോൾ മദ്രസയ്ക്കകത്ത് അത് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അത് അവരുടെ മനസ്സിലിരുന്നോട്ടെ എന്നുള്ള നിലയിൽ വിടേണ്ടത്. അതിന് പകരം പബ്ലിക് സ്റ്റേജ് കെട്ടിയിട്ട് റോഡരിയിലൊക്കെ നിന്നുകൊണ്ട് സ്നേഹസംവാദവും മറ്റും മറിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വിശ്വാസത്തെ ചൊറിയാൻ വന്നല്ലോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് ഇതുപോലെ ഓരോന്നിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നാൾ ഞങ്ങളിപ്പോൾ വീഡിയോ ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളിനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കണം. അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ള പുറകെ പറയാം. മുസ്ലിങ്ങൾ വളരെയധികം അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്ന ഒന്നാണ് ഈ സൂറ ഇഖ്ലാസ്. നമ്മളിപ്പോൾ കണ്ടല്ലോ, അള്ളാഹു ഏകനാണ്, അവനാരെയും ആശ്രയിക്കുന്നില്ല, അവനാരെയും ജനിപ്പിച്ചിട്ടില്ല, അവൻ ജനിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്ന, ആർക്കും ജന്മം നൽകിയിട്ടില്ല എന്നൊക്കെ പറയുന്ന ഈ സാധനം. ഇത് ഇവരുടെ തിയോളജി, മുസ്ലിങ്ങളുടെ തിയോളജി അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് സൂറ ഇഖ്ലാസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലാണ്. അതായത് അള്ളാഹുവിനെ കുറിച്ച് മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നത് പ്രധാനമായിട്ടും ഈ സൂറ ഇഖ്ലാസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതിൻ്റെ വിശദീകരണമാണ് ബാക്കിയുള്ള ആയത്തുകളിലൊക്കെ അവർ കണ്ടെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ പറ്റി വിശദമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ക്രിസ്ത്യാനിയും സൂറ ഇഖ്ലാസിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ സൂറ ഇഖ്ലാസിനെ വിശദമായി തന്നെ പരിശോധനാ വിധേയമാക്കേണ്ട കാര്യമുണ്ട്. ഞാനത് ഈ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്താമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കി വന്നപ്പോഴാണ് മനസ്സിലായത് അത് ഒരു വീഡിയോയിൽ നിൽക്കുകയില്ല. ഒരു വീഡിയോയിൽ എന്നല്ല, 2 വീഡിയോയിൽ നിൽക്കുകയില്ല എന്ന് മനസ്സിലായി. അപ്പോൾ 3 വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു. സൂറ ഇഖ്ലാസിൻ്റെ പൊള്ളത്തരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് 2 വീഡിയോകൾ ഇതിൻ്റെ പുറകെ തന്നെ വരും. സൂറ ഇഖ്ലാസിനെ കുറിച്ചുള്ള ആ വീഡിയോ ദൈവം അനുവദിച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഇറക്കാം. കാരണം സ്ക്രിപ്റ്റ് എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. റെക്കോർഡിങ് മാത്രമേ ഇനി കഴിയേണ്ടതുള്ളൂ. ഇപ്പോൾ ഈ വീഡിയോ റെക്കോർഡിങ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് പുറകെ ദൈവം അനുവദിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ റെക്കോർഡിങ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. മറ്റ് തിരക്കുകളൊന്നും ഇടയിൽ കയറി വന്നില്ല എന്നുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിൻസെൻ്റ് കുണ്ടുകുള അടക്കമുള്ള 3 കത്തോലിക്ക വൈദികരും 2 മുസ്ലിം ഇമാമുമാരും ചേർന്നുള്ള സംയുക്ത പ്രസ്താവനയുടെ പൊള്ളത്തരം ഉണ്ടല്ലോ, അത് നമുക്ക് പരിശോധനാ വിധേയമാക്കാം. നമ്മളതിൻ്റെ കണ്ടന്റിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. ഇപ്പോൾ ഈ സൂറ ഇഖ്ലാസ് പരിശോധനാ വിധേയമാക്കിയതിന് ശേഷം അതിലേക്ക് കടക്കുമ്പോൾ കുറേയും കൂടി മെച്ചമുണ്ട്. നിങ്ങൾക്ക് സൂറ ഇഖ്ലാസിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എതിർ ക്രിസ്തുവിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ആ സംയുക്ത പ്രസ്താവനയിലേക്ക് കടക്കുമ്പോൾ ക്രിസ്ത്യാനികളായിരിക്കുന്ന ആൾക്കാർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ആ 3 അച്ഛന്മാർ ചെയ്തത് എത്ര വലിയ ചതിയാണ്, ക്രിസ്ത്യൻ സമൂഹത്തോട് ചെയ്തത് എത്ര വലിയ ചതിയാണെന്നുള്ള കാര്യം. ആളുകൾ ഞങ്ങളോട് ചോദിച്ച രണ്ടാമത്തെ കാര്യം സൺഡേ സ്കൂൾ സിലബസിൽ മാറ്റം വരുത്തണമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ്. ഇസ്ലാമിനെ കുറിച്ച് സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റുന്നൊരു കൈപ്പുസ്തകം നിങ്ങൾക്ക് തയ്യാറാക്കിക്കൂടെ എന്നാണ് പലരും എന്നോട് ചോദിച്ചത്. അത് ട്രൂത്ത് ഫൈറ്റേഴ്സിന് അത് തയ്യാറാക്കിക്കൂടെ എന്നാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആ വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ തന്നെ വേറെ ചില സഹോദരങ്ങൾ ഈ ഉദ്ദേശത്തോടു കൂടെ ഒരു കൈപ്പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ട്. എന്നൊക്കെ അത് കാണിച്ചു തരാം. ഇതാണത്. ആരാണ് ഏതാണ് സത്യം എന്നതാണ് ഈ കൈപ്പുസ്തകത്തിൻ്റെ പേര്. പ്രധാനമായും കത്തോലിക്ക സഭയിൽ ഉൾപ്പെട്ട സഹോദരങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ അധ്വാനിച്ചത് മുഴുവൻ. 50ഓളം കോപ്പികളെ ഇപ്പോൾ അടിച്ചിട്ടുള്ളൂ. എനിക്ക് 2 കോപ്പികൾ കൊണ്ട് തന്നിട്ട് വായിച്ചു നോക്കാനും എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചൂണ്ടിക്കാണിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തിരുത്തലുകളെല്ലാം വരുത്തി കഴിഞ്ഞതിന് ശേഷം ഫൈനൽ കോപ്പി അച്ചടിക്കും. ക്രൈസ്തവർക്ക് ഇസ്ലാമിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയുള്ള പഠന സഹായിയാണ് ഇത്. ലവ് ജിഹാദും ഹലാൽ ജിഹാദും ഒഴികെയുള്ള ഇതിലെ എല്ലാ വിഷയങ്ങളും ഒരു താരതമ്യ പഠനമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വളരെ ചുരുക്കിയാണ്. റെഫറൻസുകൾ വിശദമായിട്ട് കൊടുക്കുകയല്ല. ഒറ്റവാക്കിൽ ഹദീസിൻ്റെ സാരം എന്താണെന്നുള്ള ഒറ്റവാക്കിൽ എഴുതും, അല്ലെങ്കിൽ ഖുർആൻ ആയത്തിൻ്റെ സാരം എന്താണെന്നുള്ള ഒറ്റവാക്കിൽ എഴുതും. എന്നിട്ട് പിന്നെ അതിൻ്റെ റെഫറൻസും കൊടുത്തിട്ടുണ്ടാവും. താല്പര്യമുള്ളവർ പോയിട്ട് അവിടെ പോയി നോക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഈ താരതമ്യ പഠനത്തിൽ പല പല സംഗതികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രൈസ്തവ വിശ്വാസവും ഇസ്ലാം മതവും തമ്മിലുള്ള താരതമ്യ പഠനം, ബൈബിളിലെ ദൈവവും ഇസ്ലാമിലെ അള്ളാഹുവും തമ്മിലുള്ള താരതമ്യം, യേശുക്രിസ്തുവും ഖുർആനിലെ ഈസാ നബിയും തമ്മിലുള്ള താരതമ്യം, ബൈബിളിലെ വിശുദ്ധ മറിയവും ഖുർആനിലെ മർയാമും തമ്മിലുള്ള താരതമ്യം, അബ്രഹാമും ഇബ്രാഹീമും തമ്മിലുള്ള താരതമ്യം, അപ്പോസ്തലനായ പൗലോസും ഇസ്ലാമിൻ്റെ പ്രവാചകനായ മുഹമ്മദും തമ്മിലുള്ള താരതമ്യം, ബൈബിളിലെ ഗബ്രിയേൽ മാലാഖയും ഇസ്ലാമിലെ ജിബ്രീൽ മലക്കും തമ്മിലുള്ള താരതമ്യം, ക്രിസ്തീയ സ്വർഗവും ഇസ്ലാമിക പറുദീസയും തമ്മിലുള്ള താരതമ്യം,
വിശുദ്ധ ബൈബിളും ഖുർആനും തമ്മിലുള്ള താരതമ്യം, ക്രൈസ്തവ വിശ്വാസത്തിലുള്ള പാപമോചനവും ഇസ്ലാമിലുള്ള പാപമോചനവും തമ്മിലുള്ള താരതമ്യം, പിന്നെ ജിഹാദ് എന്നാൽ എന്താണ്, ലവ് ജിഹാദിനെയും ഹലാൽ ജിഹാദിനെയും കുറിച്ച് ക്രിസ്ത്യൻ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അടിസ്ഥാന സംഗതികൾ, ഇതെല്ലാം ചേർത്താണ് ഈ കൈപ്പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറമാണ് ഈ കൈപ്പുസ്തകം അച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നത്. സഭാവ്യത്യാസമില്ലാതെ എല്ലാ ക്രൈസ്തവ സഭകളിലും സൺഡേ സ്കൂൾ സിലബസിൽ 7ാം ക്ലാസ് മുതൽ ഈ കൈപ്പുസ്തകത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇനി സഭകൾ അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ, അതിനുള്ള ധൈര്യം സഭകൾ കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, സ്വന്തം കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തയുള്ള മാതാപിതാക്കൾ ഈ കൈപ്പുസ്തകം വാങ്ങുകയും വായിക്കുകയും മക്കളെ പഠിപ്പിക്കുകയും ചെയ്യണം. ഈ പുസ്തകം വേണമെന്നുള്ളവർ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറവുമായി ബന്ധപ്പെടേണ്ടതാണ്. യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ മെയിൽ ID ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ അവർക്ക് മെയിൽ അയച്ചാൽ മതി. ഇത് നല്ല ക്വാളിറ്റിയുള്ള പേപ്പറിൽ മൾട്ടി കളറിലാണ് അച്ചടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്ചടിയുടെ കോസ്റ്റൊക്കെ ഇത്തിരി കൂടുതലാണ്, പണച്ചെലവുള്ള കാര്യമാണ്. അപ്പോൾ ആരെങ്കിലും ഇത് സ്പോൺസർ ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വരികയാണെങ്കിൽ കൂടുതൽ കോപ്പികൾ അച്ചടിക്കാൻ സാധിക്കും. ഇത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇത് നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയാണ് എന്ന ബോധ്യമുള്ളവർ സ്പോൺസർ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവർ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറവുമായി ബന്ധപ്പെടുക. ഒരു കോപ്പി അച്ചടിക്കാൻ എത്ര രൂപ ചിലവ് വരും എന്നന്വേഷിച്ച് നിങ്ങൾ എത്ര കോപ്പി അച്ചടിക്കാൻ സഹായിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അവരുമായിട്ട് നിങ്ങൾ സംസാരിക്കുക. സത്യത്തിൽ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം ഇങ്ങനെ ഒരു പ്രൊജക്റ്റുമായി മുന്നോട്ട് വന്നപ്പോൾ വ്യക്തിപരമായി അതെനിക്ക് വളരെയധികം സന്തോഷം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. കാരണം ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഞങ്ങൾ ആരംഭിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് ക്രിസ്ത്യാനികളിൽ നിന്നായിരുന്നു. സത്യം പറഞ്ഞാൽ അത് എന്നെ വളരെയധികം വേദനിപ്പിച്ചിട്ടുള്ള ഒന്നാണ്. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഇവിടെ ന്യൂനപക്ഷമാണ്. ഞങ്ങളിവിടെ സമാധാനമായിട്ട് ജീവിച്ചു പോവുകയാണ്. നിങ്ങളെപ്പോലുള്ളവർ വന്ന് ആ സമാധാനം നഷ്ടപ്പെടുത്തുകയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഞങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നമുക്ക് വളരെ മനോവിഷമം ഉണ്ടാക്കിയ സംഗതിയായിരുന്നു. കാരണം ഞങ്ങൾ ആർക്ക് വേണ്ടിയാണോ സംസാരിക്കാൻ വരുന്നത് അവരാണ് ഞങ്ങൾക്കെതിരെ നിൽക്കുന്നത്. വേറെ പലരും ഞങ്ങളെ ചീത്ത വിളിച്ചിട്ടുണ്ട്. മുസ്ലിങ്ങൾ ഞങ്ങളെ തെറി വിളിച്ചതൊന്നും കണക്കില്ല, അതെപ്പോഴും വിളിക്കുന്നുണ്ട്. അതല്ലാതെ ബൈബിളിന് വേണ്ടി സംസാരിക്കുകയും അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് വേണ്ടി ക്രിസ്ത്യാനിറ്റിക്കൊക്കെ വേണ്ടി ഞങ്ങൾ സംസാരിക്കുകയും ഞങ്ങളെ എതിർക്കുന്നവരുടെ പൊള്ളത്തരങ്ങളൊക്കെ ഞങ്ങൾ തുറന്നു കാണിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ധാരാളം പേര് ഞങ്ങളെ ചീത്ത വിളിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും തോന്നാത്ത വിഷമമാണ് ക്രൈസ്തവർ തന്നെ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞ് സംസാരിച്ചപ്പോൾ ഉണ്ടായത്. അങ്ങനെ അത് സ്വാഭാവികമാണല്ലോ, അത് മനോവിഷമം ഉണ്ടായ കാര്യമാണ്. അത് ഞാൻ മറച്ചു വയ്ക്കുന്നൊന്നുമില്ല. ഞങ്ങളെ വർഗീയവാദികളൊക്കെ ആയിട്ട് ചിത്രീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്നാണ് ഇങ്ങനെ ഒരു പുസ്തകം ഇറക്കേണ്ടത് ആവശ്യമാണ് എന്ന് പല സഭാവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് മനസ്സിലാവുകയും അവരത് തയ്യാറാക്കുകയും പുറത്തിറക്കാൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ശരിയാക്കുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം അത് വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ്. ഇത് പല സഭാവിഭാഗത്തിൽപ്പെട്ടവരാണ് ഇതിൻ്റെ പുറകിലുള്ളത്. പ്രധാനമായിട്ടും കത്തോലിക്ക സഭയിലുള്ള സഹോദരങ്ങളാണ്, എന്നാൽ മറ്റ് സഭകളിലുള്ളവരും ഉണ്ട്. അതുകൊണ്ടാണ് ഈ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എല്ലാവരും കൂടി ചേർന്ന ഒരു ഫോറമായിട്ട് അത് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും സഹോദര മതങ്ങളാണ് എന്നുള്ള വ്യാജം ഇനിയെങ്കിലും നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയാതിരിക്കാം. ഈ വ്യാജം കാരണമാണ് ഞങ്ങളും നിങ്ങളും ആരാധിക്കുന്നത് ഒരേ ദൈവത്തെയാണ് എന്നും പറഞ്ഞു വരുന്ന റോമിയോ ജിഹാദികളുടെ വലയിൽ ക്രിസ്ത്യൻ പെൺകുട്ടികൾ എളുപ്പത്തിൽ ചെന്ന് വീഴുന്നത്. അതായത് അങ്ങനെ പറയുന്നതിലൂടെ നമ്മൾ ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും സഹോദര മതങ്ങളാണ്, നമ്മൾ ഒരേ ദൈവത്തെ തന്നെയാണ് ആരാധിക്കുന്നതെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ചെറുപ്പത്തിലെ നമ്മൾ അങ്ങനെ തെറ്റിദ്ധാരണയുടെ പുറത്ത് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലായോ? ശത്രുവിന് അകത്തേക്ക് കടക്കാൻ വേണ്ടി കോട്ടവാതിലുകളെല്ലാം തുറന്നിട്ട് കൊടുക്കുന്നതിന് തുല്യമായ കാര്യമാണ് ഇത്തരം വ്യാജങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്. ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും തമ്മിലോ മുസ്ലിങ്ങൾ ആരാധിക്കുന്ന അള്ളാഹുവുമായോ ഇസ്ലാമിലെ ഈസാ നബിയുമായോ ക്രിസ്ത്യാനികൾക്ക് ഒരു ബന്ധവുമില്ലെന്നുള്ള കാര്യം ചെറുപ്രായത്തിലേ നമ്മുടെ കുട്ടികൾ അറിയണം. അത് ആവശ്യമാണ്. അത് വർഗീയതയൊന്നുമല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. പലർക്കും അങ്ങനെയുള്ളൊരു ചിന്താഗതിയാണ്. നമ്മളങ്ങനെയൊക്കെ നമ്മളെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് തെറ്റല്ലേ, അത് വർഗീയതയല്ലേ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നമ്മൾ വർഗീയത കുത്തിക്കയറ്റണമെന്നൊക്കെ. അതങ്ങനെയൊന്നുമല്ല, അത് വർഗീയതയൊന്നുമല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട, അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട. ക്രിസ്ത്യാനികളുടെ വിശ്വാസം തെറ്റാണെന്നും യേശുക്രിസ്തു ദൈവമല്ലെന്നും ബൈബിൾ തിരുത്തപ്പെട്ടതാണെന്നും മദ്രസയിൽ നിന്ന് മുസ്ലിം കുട്ടികളെ ബുദ്ധി ഉറയ്ക്കാൻ പ്രായമാകുന്നതിന് മുമ്പേ പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ പഠിപ്പിക്കുന്ന മദ്രസാധ്യാപകർക്ക് നമ്മുടെയൊക്കെ നികുതി പണത്തിൽ നിന്ന് സർക്കാർ ഖജനാവിലെ പണം എന്ന് പറയുന്നത് നമ്മുടെ നികുതി പണമാണല്ലോ. ആ നികുതി പണത്തിൽ നിന്ന് ശമ്പളവും പെൻഷനും പിന്നെ മറ്റ് പല ആനുകൂല്യങ്ങളും കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ അതിലൊന്നും വർഗീയതയും മുസ്ലിം പ്രീണനവും കാണാൻ കഴിയാത്തവർക്ക് പിന്നെ ഇതിൽ വർഗീയത കാണേണ്ട കാര്യമൊന്നുമില്ല.
മനസ്സിലായോ? ഇത് നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. മുസ്ലിങ്ങൾ അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ ക്രിസ്ത്യാനികളായ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിക്കുന്നു. അങ്ങനെ പഠിപ്പിക്കാൻ എല്ലാ ക്രൈസ്തവരും തയ്യാറാകണം. വർഗീയത എന്നൊക്കെ പറഞ്ഞ് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയിൽ നിങ്ങൾ കണ്ട് കരയേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും. ദയ്യടുത്ത് കൂടി ഒരു പെൺകുട്ടി, ലവ് ജിഹാദിപ്പെട്ട ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിൻ്റെ വാർത്ത ഞാൻ വായിച്ചു. 23 വയസ്സ്. ഞാനപ്പോൾ കണക്കൂട്ടി വയ്ക്കും. 23 വയസ്സെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 12 വർഷത്തോളമായി ഫേസ്ബുക്കിനകത്ത് ഈ പരിപാടി തുടങ്ങിയിട്ട്, ഇസ്ലാമിനെ ഇത് തുറന്ന് കാണിച്ചുകൊണ്ട് ലവ് ജിഹാദിനെതിരെ ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയിട്ട് 12 കൊല്ലത്തിന് മേലെയായി. അതായത് ആ കുട്ടി, ആത്മഹത്യ ചെയ്ത ആ കുട്ടി 6ലോ 7ലോ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇത് പറയാൻ തുടങ്ങിയതാണ്. ആരും വില വെച്ചില്ല, കണ്ടില്ല. എന്തുണ്ടായി? ആ കുഞ്ഞ് വലുതായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൾ പ്രേമിച്ചു, ഒരു മുസ്ലിം ചക്രനെ പ്രേമിച്ച് അവൻ്റെ ലവ് ജിഹാദ് വലയെ കുടുങ്ങി വിവാഹം കഴിച്ചു പോയി. വിവാഹം കഴിച്ച് എന്നതിന് ശേഷം എന്തുണ്ടായി? അവർക്ക് പിന്നെ 4 എണ്ണമാണല്ലോ. അത് പ്രശ്നമല്ലാത്തത്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അത് അംഗീകരിക്കാൻ ഭയങ്കര പ്രയാസമാണ്. മുസ്ലിമിന് അതൊരു പ്രശ്നമേ അല്ല. അപ്പോൾ നമ്മളൊക്കെ എനിക്ക് പ്രായമായി, വിവാഹം കഴിക്കണം, എനിക്കൊരു ഭാര്യ വേണം എന്ന് ചിന്തിക്കുന്ന പോലെയാണ് അവനെ സംബന്ധിച്ച് 4 ഭാര്യമാരെ എനിക്ക് വേണമെന്ന് അവൻ ചിന്തിക്കുന്നത്. അതിൽ വലിയ കാര്യമൊന്നും അവനെ സംബന്ധിച്ചില്ല. അത് പഠിപ്പിക്കലുകളുടെ വ്യത്യാസമാണ്. പക്ഷേ ഈ ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് അങ്ങോട്ടേക്ക് മതം മാറിപ്പോയ പെണ്ണിനെ സംബന്ധിച്ച് അവൻ വേറൊരു പെണ്ണെ കിട്ടുമെന്ന് പറയുമ്പോൾ വിഷമം ഉണ്ടാകും, പ്രശ്നം ഉണ്ടാകും. അങ്ങനെ വരുന്ന സമയത്ത് അവസാനം നിവൃത്തിയില്ലാണ്ട് ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഒരു മുഴം കയറിലോ അല്ലെങ്കിൽ ഒരു തുള്ളി വിഷത്തിലോ ഒക്കെ ചെന്ന് അവസാനിപ്പിക്കാതിരിക്കണമെങ്കിൽ, ജീവിതം അവസാനിപ്പിക്കാതിരിക്കണമെങ്കിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ കൃത്യമായിട്ട് പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. മനസ്സിലായി? ഇത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇന്ത്യ ഒരു ബഹുസ്വര സമൂഹമാണ്. കേരളത്തിനകത്ത് നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിച്ചു വരികയായിരുന്നു കഴിഞ്ഞ തലമുറ വരെ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, കാലം മാറി. ലവ് ജിഹാദ് ഇല്ല എന്ന് ആരൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എനിക്കൊക്കെ സത്യത്തിൽ പുച്ഛം തോന്നും അങ്ങനെ പറയുന്നവരോട്. കാരണം ഇതിൻ്റെ ഇരകളാക്കപ്പെട്ട ധാരാളം പേരെ ഞങ്ങൾ കാണുന്നുണ്ട്, അവരുടെ കുടുംബക്കാരെ ഞങ്ങൾ കാണുന്നുണ്ട്. പലരെയും ഞങ്ങൾ ചെന്ന് കാണുകയും സംസാരിക്കുകയും ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ഇതെങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് തീർക്കാനൊക്കെ ഞങ്ങൾ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പല കേസുകൾ. ഞങ്ങളുടെ പരിചയത്തിലുള്ള മറ്റ് സഹോദരങ്ങൾ ഇതിനകത്ത് ഇടപെട്ട ആൾക്കാർ വേറെ കുറേ പേരുണ്ട്. ഇങ്ങനെ ഉണ്ട്, ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ മുമ്പാകെ ഇഷ്ടംപോലെ തെളിവുകളുണ്ട്. പക്ഷേ ലവ് ജിഹാദ് എന്ന് ആ വാക്ക് വരുന്നവൻ അത് പറയില്ലല്ലോ. ഞാൻ ലവ് ജിഹാദിൽ കൊടുക്കാൻ വരുന്നതെന്നും അവൻ പറയില്ലല്ലോ. അവൻ പ്രേമിക്കുകയാണെന്നും പറഞ്ഞാൽ വരുന്നത്, എനിക്കിതിനെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ വരുന്നത്. അതിലാണ് ചെന്ന് കെണി വീഴുന്നത്. പക്ഷെ നമുക്കറിയാം എന്താണ് ഇവരുടെ അജണ്ട, എന്ത് അജണ്ടയുടെ പുറത്താണ് ഈ വരുന്നതെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വലയിലാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ളവരൊക്കെ ചുറ്റും ഉള്ളപ്പോൾ, ചതിക്കണിയിൽപ്പെടുത്താൻ വേണ്ടി ചുറ്റും ഉള്ളപ്പോൾ, നമ്മളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് നമുക്ക് വല്ല ചിന്തയുണ്ടെങ്കിൽ ഈ കെണികളെക്കുറിച്ചൊക്കെ നമ്മൾ മക്കളെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഈ കൈപ്പുസ്തകം നിങ്ങളെല്ലാവരും വാങ്ങുകയും വായിക്കുകയും നിങ്ങളുടെ മക്കളെ ഇതിനകത്തുള്ള കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഈ കൈപ്പുസ്തകം ആവശ്യമുള്ളവരും ഇത് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവരും യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറവുമായി ബന്ധപ്പെടുക. ദൈവം നിങ്ങളേവരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.